ശരി, ശ്രീ രാഹുൽ ഈശ്വർ, ഇത് വി പി സിംഹ പറഞ്ഞ കാര്യം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ കാര്യം കൂടിയാണ്. അവിടെയാണ് ലീഗ് നോട്ടമിടുന്നത്. ലീഗിനറിയാം കുറച്ചു കാലങ്ങളായി സമസ്തയിൽ നിന്ന് ഒരു ഭിന്നത രൂപപ്പെട്ട് വരുന്നുണ്ടെന്ന്. അതിലൊരു പ്രധാന കാരണക്കാരൻ എന്ന് പറയുന്ന ഈ പറയുന്ന PMA സലാമാണ്. അപ്പോൾ സലാമിനെ കൊണ്ട് തന്നെ ലീഗ് പറയിപ്പിച്ചതാണോ എന്നുള്ള സംശയം ഉയരുന്നുണ്ട് ഇപ്പോൾ. ശ്രീ രാഹുൽ ഈശ്വർ. ശരി ശ്രീ മഞ്ജുഷ്, 3 കാര്യങ്ങൾ. ഒന്ന്, ശ്രീ PMA സലാം സാർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ മാത്രമല്ല, എല്ലാ മതങ്ങളുടെയും എല്ലാ വിശ്വാസങ്ങളുടെയും, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവരുടെയും അടിസ്ഥാന നിലപാടാണ്. അത് ഏറ്റവും ഭംഗിയായി പോപ്പ് ഫ്രാൻസിസ് സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് സ്ത്രീകളും പുരുഷനും സെയിം അല്ല. നമ്മൾ ഇക്വാലിറ്റി എന്ന് പറയുന്നതിന്റെ അർത്ഥം സെയിം അല്ലെങ്കിൽ ഒരുപോലെയാണ് എന്ന അർത്ഥത്തിലല്ല. പകരം എല്ലാവർക്കും ഉണ്ടാവണം, അവസര സമത്വം ഉണ്ടാകണം തുടങ്ങിയ കാര്യങ്ങളാണ്. പോപ്പിന്റെ കൃത്യം വാക്ക് 2014 കടമെടുത്ത് പറഞ്ഞാൽ അവർ കോംപ്ലിമെന്ററി ആണ്, പരസ്പര പൂരകങ്ങളാണ് എന്നാണ്. ശ്രീ PMA സലാം സാർ പറഞ്ഞ യഥാർത്ഥത്തിൽ അതിന്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നൂറ്റാണ്ട് വരെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ 2 നൂറ്റാണ്ട് മുമ്പ് വരെ സ്ത്രീ പുരുഷ വൈവിധ്യത്തിലായിരുന്നു നമ്മൾ വിശ്വസിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 നൂറ്റാണ്ടിന് മുമ്പ് നമ്മളെല്ലാം വിശ്വസിച്ചു തുടങ്ങിയ ഒരു പ്രിമൈസ് എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഒരു വെള്ള പേപ്പർ പോലെയാണ് ജനിക്കുന്നത്. നേരത്തെ സുഹറ മാഡം പറഞ്ഞതുപോലെ ആണിനെയും പെണ്ണിനെയും വേറെ വേറെ വളർത്തുന്നത് കൊണ്ട് അവർ വേറെ വേറെ ആയി പോകുന്നു. പെൺകുട്ടി ചെറിയ പ്രായത്തിൽ പാവ എടുക്കുന്നു, ആൺകുട്ടി ചെറിയ പ്രായത്തിൽ തോക്കെടുക്കുന്നു. ഇതുകൊണ്ട് മാത്രമാണ് അവരിലെ വ്യത്യാസം. ജെൻഡർ എന്ന് പറഞ്ഞാൽ സാമൂഹിക നിർമ്മിതിയാണ്. ഇതാണ് ജെൻഡർ ഐഡിയോളജി എന്ന് പറയുന്നത്. പോപ്പ് പറയുന്നത് 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അപകടം ഈ ജെൻഡർ ഐഡിയോളജി എന്നാണ്. രാഹുൽ ഈശ്വർ അല്ല, നമ്മുടെ PMA സലാം സാർ അല്ല, ലോകാരാധ്യനായ പോപ്പ് പോലും പറയുന്നത് ഈ ജെൻഡർ ഐഡിയോളജിയാണ് 21ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ അപകടം. കാര്യം ശാരീരികമായും മാനസികമായും ബ്രെയിൻ വൈസും സ്ത്രീയും പുരുഷനും വൈവിധ്യമുള്ളവരാണ്. രണ്ടുപേരും ഈക്വലി ബഹുമാനിക്കപ്പെടണം. ജീവിക്കുന്നവരാണല്ലോ. അല്ല സാർ, അല്ല, ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഉദ്ദേശിച്ചത് അല്ല ശ്രീ മഞ്ജുഷ്, അല്ല, ശബരിമല യുവതി പ്രവേശനം ജീവശാസ്ത്രപരമായ കാര്യങ്ങളല്ല സലാം ഉദ്ദേശിച്ചത് എന്നതിൽ അല്ല, രണ്ടിടത്ത് പോയി അഭിപ്രായം തേടേണ്ട ആവശ്യമില്ല ശ്രീ രാഹുൽ ഈശ്വർ. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇത് മാത്രമല്ല, എല്ലാ കാര്യത്തും ജെൻഡർ ന്യൂട്രാലിറ്റി എതിർക്കുന്ന വ്യക്തിയാണ്. ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ളത് അസംഭവ്യവും അസംബന്ധവുമാണ്. ജെൻഡർ ന്യൂട്രൽ എന്നൊരു കാര്യം പ്രകൃതിയിലില്ല, ചുമ്മാ പറ്റിക്കുകയാണ്. സാധാരണക്കാരെ പറഞ്ഞ് പറ്റിക്കുകയാണ് ജെൻഡർ ന്യൂട്രൽ എന്നൊരു കാര്യം ഉണ്ടെന്ന്. അങ്ങനെ ഒരു കാര്യം ഈ ലോകത്തില്ല. 2 ജെൻഡേഴ്സ് ആയിട്ടാണ് പടച്ച തമ്പുരാൻ, ദൈവം അല്ലെങ്കിൽ കർത്താവ് നമ്മളെ എല്ലാം, അല്ലെങ്കിൽ ഈശ്വരൻ നമ്മളെ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സ്ത്രീ പുരുഷ വൈവിധ്യത്തെ ഇല്ലാതാക്കാനാണ് തീവ്ര ഫെമിനിസ്റ്റുകൾ ജെൻഡർ ഐഡിയോളജി കൊണ്ടുവരുന്നത്. സുഹറ മാഡം അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല. സുഹറ മാഡം ജസ്റ്റിസിന് വേണ്ടി പോരാടുന്നതാണ്. ആ കാന്തപുരം AP അബൂബക്കർ മുസലിയാർ പറഞ്ഞ ഒരു അഭിപ്രായത്തെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴാണ് അതിനെ ന്യായീകരിക്കുന്ന രീതിയിൽ സംസാരിക്കുകയായിരുന്നു. സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരുന്നാൽ അത് പ്രശ്നമാണ് എന്നുള്ള കാര്യം. ഒരുമിച്ചിരുന്ന് വ്യായാമം ചെയ്യരുതെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ ന്യായീകരിക്കുന്ന രീതിയിലാണ്. മതപണ്ഡിതന്മാർക്ക് അവരുടെ അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. സലാം പറയുമ്പോൾ ആ മതപണ്ഡിതന്റെ അഭിപ്രായം തന്നെ സലാം ഏറ്റുപറയുകയാണ്. അവിടെ പൊളിറ്റിക്സ് ഉണ്ട് ശ്രീ രാഹുൽ ഈശ്വർ. അല്ലല്ല, പൊളിറ്റിക്സ് അല്ല, അത് സ്പിരിച്വാലിറ്റിയാണ്. അത് സ്പിരിച്വാലിറ്റി അല്ല. സലാം പറഞ്ഞതിൽ പൊളിറ്റിക്സ് ഉണ്ട്, വോട്ട് ബാങ്ക് രാഷ്ട്രീയവും അതിനകത്തുണ്ട്. ഞാൻ കുറച്ചുകൂടെ പച്ചയ്ക്ക് കൃത്യമായ മലയാളത്തിൽ പറഞ്ഞുതരാം. അതായത് എല്ലാ വിശ്വാസങ്ങളും പറയുന്നത് ഇന്ന്, അതായത് ഇന്ന് ന്യൂസ് 18 തന്നെ വാർത്തയുണ്ട്, സിദ്ധിക് വിനായക ക്ഷേത്രത്തിൽ പെൺകുട്ടികൾ അമിതമായി എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ് ഇട്ട് കയറരുത് എന്ന് പറഞ്ഞു. വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, എന്താ പുരുഷന്മാരോട് പറയാത്തത്? ഈ സ്ത്രീ പുരുഷ കാര്യങ്ങളിൽ ഞങ്ങൾ എല്ലാ മതവിശ്വാസികൾക്കും ഒരേ നിലപാടാണ്. ആ നിലപാടെന്ന് പറഞ്ഞാൽ ദൈവമാണ് പ്രകൃതിയെയും അല്ലെങ്കിൽ സ്ത്രീയെയും പുരുഷനെയും നിർമ്മിച്ചത്. രണ്ടുപേർക്കും അവരുടേതായ ഈ നിലപാട് എന്ന് പറയുന്നത് PMA സലാമിനെ